നമ്മൾ ഫസ്റ്റ് അടുപ്പിലേക്ക് പാൻ വെക്കണം. എന്നിട്ട് നമ്മൾ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് ഗ്യാസ് കത്തിച്ച് കൊടുക്കാം. ഗ്യാസ് അങ്ങനെ കത്തിയിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിലേക്ക് മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ അതിലേക്ക് മുട്ട പൊട്ടിച്ച് ഒഴിച്ചു. നമുക്ക് ഒരു മുട്ടയും കൂടെ പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ പാനിലേക്ക് മുട്ട ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മുട്ടേനെ ശകലം കിണ്ടി കൊടുക്കാം. നമ്മൾ മുട്ട ഇത്തിരി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുരുമുളക് പൊടി ആഡ് ചെയ്യാം. ശകല കുരുമുളക് പൊടി ആഡ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് സോസ് ആഡ് ചെയ്യാം. ടൊമാറ്റോ സോസ്. ഇത് ഇത്ര ആവശ്യത്തിന് സോസ് ഒഴിച്ചിട്ട് നമുക്കിനി നല്ലതുപോലെ മിക്സ്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്യാം. ഇത് കുറച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നമ്മുടെ മാഗി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതാണ് മാഗി. നമുക്ക് നമ്മുടെ മാഗി ഇതിലേക്ക് ആഡ് ചെയ്യാം. നമുക്ക് നമ്മുടെ മാഗി ആഡ് ചെയ്യാം. പിടി. എന്നിട്ട് നമ്മുടെ മാഗി മസാല നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇത് നല്ലോണം ഇത്തിരി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്തിരി മറിച്ചിട്ട് കൊടുക്കാം. നമുക്കിനി 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം. ആദ്യത്തെ രീതിയായി നമുക്കിനി മൂടി വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് നോക്കാം. ഇനി നമുക്കിത് റെഡി ആവണമെന്ന് നോക്കാം. ചെറുതായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനിയും കുറച്ച് സമയം കൂടെ കഴിഞ്ഞിട്ട് നോക്കാം. നമുക്കിനി ഇത് തുറന്ന് നോക്കാം. കണ്ട റെഡി ആവുന്നുണ്ട്. ഇനി നമുക്ക് റെഡി ആയിട്ട് നോക്കാം. നമുക്കിനി ശകല കുരുമുളക് പൊടി കൂടെ ആഡ് ചെയ്യാം. എരിക്കനുസരിച്ച് ആഡ് ചെയ്താൽ മതി. നമുക്ക് നമ്മുടെ മാഗി റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം. നമ്മുടെ മാഗി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ പ്ലേറ്റിലേക്ക് എടുക്കാം. നമുക്കിനി പ്ലേറ്റിലേക്ക് മാഗി എടുത്ത് വെക്കാം. പ്ലേറ്റിലേക്ക് മാഗി വയ്ക്കാം. ഇനി ഇത് നമുക്ക് ഇതിൽ കുറച്ചും കൂടെ സോസ് ആഡ് ചെയ്യാം. സോസ് ഒഴിക്കാം. നമുക്കിനി ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇനിയും കുറച്ച് ജ്യൂസും കൂടെ കുടിക്കാം. എനിക്ക് ഏത് ജോലി എടുക്കാനും ഒരു ഈഗോ ഇല്ല.